ഞാൻ തൊൽഹത്ത് റോയൽ കസ്റ്റമേഴ്സ് കാവന്നൂർ. ഇന്ന് നമ്മളൊരു വീഡിയോ എടുക്കുന്നത്, ഞാൻ മെയിൻ വീഡിയോ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരുപാട് ആളുകൾ ചോദിച്ചൊരു ചോദ്യമാണ്, പുതിയ വണ്ടിയുടെ വില എത്രയാണെന്നുള്ളത്. അപ്പോൾ ഒരുപാട് വണ്ടികൾ റോയൽ എൻഫീൽഡ് കാറ്റഗറി തന്നെ ഒരുപാട് മോഡൽസ് വണ്ടികൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെ വണ്ടിയാണെന്നുള്ളത് ഇപ്പോൾ നിലവിലുള്ളത്, അതിൻ്റെ പ്രൈസ് എത്രയാണെന്നുള്ളത് കോഴിക്കോട് ജില്ലയിലാണ് പറഞ്ഞു കേട്ടോ. കോഴിക്കോട് എക്സ്ഷോറൂം പ്രൈസ് അല്ല, കോഴിക്കോട് ഓൺ റോഡ് പ്രൈസാണ്. അപ്പോൾ ചെറിയ രീതിയിൽ മാറ്റങ്ങളൊക്കെ പ്രതീക്ഷിക്കുക. എക്സാക്റ്റ് പ്രൈസ് ഒന്നും ഞാൻ പറയില്ല. അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള ലിസ്റ്റാണ് നമ്മൾ നിങ്ങളെ ഇതിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇൻഷുറൻസിൻ്റെ അനുസരിച്ച് അങ്ങോട്ടും കൂടി ചെറിയ മാറ്റം വരാം. ഏകദേശം നിങ്ങൾക്ക് അതിനൊരു ധാരണ കിട്ടും ഏത് വണ്ടിയാണ് എന്നുള്ളത്. ആ ഒരു വണ്ടിയുടെ ഈ എന്താണ് വണ്ടിയുടെ ക്വാളിറ്റി എന്നുള്ള ചെറിയ രീതിയിൽ ഞാൻ വിശദീകരിച്ച് തരാം, ഏത് വണ്ടിയൊക്കെ എടുക്കാൻ പറ്റും എന്നുള്ളത് കേട്ടോ. ഞാനിപ്പം ആദ്യമായിട്ടും പറഞ്ഞാൽ 650 cc വന്ന വണ്ടികളെ കുറിച്ചാണ്. അപ്പോൾ ഇൻ്റർസെപ്റ്ററിൽ വരുന്ന വിലയാണ്, ഇൻ്റർസെപ്റ്റർ 650 ക്രോമിൽ വരുന്ന പ്രൈസാണ് വരുന്നത്. അപ്പോൾ ഇൻ്റർസെപ്റ്റർ ആലോചിക്കുക, ഇൻ്റർസെപ്റ്റർ 650 cc വണ്ടിയാണ്, പവർഫുൾ വണ്ടിയാണ്. പിന്നെ ഇൻ്റർസെപ്റ്റർ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു കുറച്ചൊരു സിറ്റി റൈഡിനും കുറച്ചൊക്കെ ഒരു ഹൈവേ റൈഡിനും കൂടി പറ്റിയൊരു വണ്ടിയാണ് കേട്ടോ. അതായത് പക്ക ഒരു ക്രൂസർ വണ്ടിയൊന്നുമല്ല, ലോങ് റൈഡിന് മാത്രം പറ്റിയുള്ളൊരു വണ്ടിയൊന്നുമല്ല. പിന്നെ അത് നമ്മൾ ഹൈറ്റ്, നമ്മളെ ബോഡിയുടെ ഒരു ബോഡി ലാംഗ്വേജ് അനുസരിച്ചിരിക്കും, ബോഡീൻ്റെ സ്ട്രക്ചർ അനുസരിച്ച് നമ്മൾ ഫിസിക്കലായിട്ട് എങ്ങനെയാണ് അനുസരിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു കംഫർട്ട് കുറവൊക്കെ കേട്ടോ. അപ്പോൾ ഒരു ക്രൂസർ വണ്ടിയല്ല ഇൻ്റർസെപ്റ്റർ. ഒരു നോർമൽ റൈഡിങ്ങിനും അത്യാവശ്യം അത്യാവശ്യം ഒരു ലോങ് പോവുക, ചെറിയ ഒരു ഷോർട്ട് റൈഡിനൊക്കെ അത്യാവശ്യം പവർഫുള്ളായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയൊരു വണ്ടിയാണ്. എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് പറയുന്നത്, ഞാൻ ഉപയോഗിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് പറയുന്നത്. അപ്പോൾ അതിന് പിന്നെ 4,42,000 രൂപയാണ് കേട്ടോ. 4,42,619 നമ്മുടെ കോഴിക്കോട് ഷോറൂമിൽ വരുന്നത്. അപ്പം ബാക്കിയുള്ള ഡിസ്ട്രിക്റ്റിലൊക്കെ നിങ്ങൾ നോക്കുക, ജില്ലയിൽ എത്ര നിങ്ങൾ നോക്കുക, ഏകദേശം ഒരു ധാരണ വലിയ ഡിഫറൻ്റ് ഒന്നും എന്തായാലും ഉണ്ടാവില്ല, ഈ റേഞ്ച് തന്നെയാണ് വരുന്നത്. പിന്നെ അതിൽ ഇൻ്റർസെപ്റ്റർ ഡുവൽ ടോൺ വരുന്നുണ്ട്. ഡുവൽ ടോൺ കളറിലാണെങ്കിൽ 4,17,572 വരുന്നത്. ഈ കോസ്മാറ്റിക് ചേഞ്ചിന് മാത്രമാണ് പ്രൈസ് മാറ്റം വരുന്നത്, ബാക്കി എഞ്ചിൻ വൈസ് ഒന്നും ഒരു മാറ്റം, പെർഫോമൻസ് വൈസ് ഒന്നും യാതൊരു മാറ്റം വരില്ല. പിന്നെ ഇൻ്റർസെപ്റ്റർ തന്നെ 650 അലോയ് വീൽസ് വരുന്നുണ്ട്. അത് 4,30 ആണ് വരുന്നത്. 4,30,000 രൂപയാണ് വരുന്നത് ഇൻ്റർസെപ്റ്റർ അലോയ് വീൽ വരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇൻ്റർസെപ്റ്റർ എന്നൊരു കാറ്റഗറി സെലക്ട് ചെയ്യുമ്പം ആ ഒരു നമ്മളെ ബോഡി ആയിട്ട് മാച്ച് ആവണം. നിങ്ങളെ വണ്ടി ഓടിച്ച് നോക്കുക. എപ്പോഴും ഒരു ഷോർട്ട് റൈഡ് ഓടിച്ചിട്ട് ഇമ്പ്രസ് ആവരുത് വണ്ടി. നമ്മളൊരു വണ്ടി എടുക്കുന്ന സമയത്ത് എപ്പോഴും ഒരു 5 കിലോമീറ്റർ 10 കിലോമീറ്റർ ആയിരിക്കും നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് നടത്തുക. ആ ഒരു സമയത്ത് ഇമ്പ്രസ് ആയി വണ്ടി എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളൊരു 10, 20, 30 കിലോമീറ്റർ 50 കിലോമീറ്റർ പോകുന്ന സമയത്ത് നെഗറ്റീവ് മനസ്സിലാവുക. അത് നിങ്ങൾ ശരിക്കും ഉൾക്കൊള്ളണം. ടെസ്റ്റ് ഡ്രൈവ് എടുത്ത് ഒരു ഇമ്പ്രസ് ആയിട്ട് ഒരു വണ്ടി എടുക്കരുത്. അപ്പോൾ ഓരോ വണ്ടി 650 cc വണ്ടി എടുക്കുമ്പോൾ പ്രത്യേകിച്ചും കുറേ എക്സ്പെൻസീവ് വണ്ടിയാണ്. പിന്നെ പെട്ടെന്ന് വേണമെങ്കിൽ അടിച്ച മാറ്റലും പെട്ടെന്ന് സെയിൽ ചെയ്ത് മാറ്റലൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ബാക്കി 350 കോമൺ കാറ്റഗറിയെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് മാറ്റിയിട്ട് വാങ്ങാനുള്ള കുറച്ചൊരു ചിലവുള്ള സംഗതിയാണ്. അതുകൊണ്ട് ഇൻ്റർസെപ്റ്റർ ഹൈ പവർ കൂടിയ വണ്ടി എടുക്കുമ്പോൾ ക്രൂസർ സെഗ്മെൻ്റ് ആണോ ഉദ്ദേശിക്കുന്നത്, ഷോർട്ട് റൈഡ് ആണോ, അത് കഫേ റേസർ ആണോ എന്നുള്ളതാണ് നിങ്ങൾ നോക്കേണ്ടത് കേട്ടോ. പിന്നെ വരുന്നത് കോണ്ടിനെൻ്റൽ GT ആണ്. കോണ്ടിനെൻ്റൽ GTയിൽ ക്രോം വരുന്നുണ്ട്. അപ്പോൾ കോണ്ടിനെൻ്റൽ GT എടുക്കുമ്പോൾ എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളതാണ്, ഒരു കഫേ റേസർ വണ്ടിയാണ്. കഫേ റേസർ എന്ന് പറയുന്നത് അതായത് കഫേ ടു കഫേ റേസ്, ഷോർട്ട് റൈഡിൽ പെർഫോമൻസ് കാണിക്കാനുള്ളൊരു വണ്ടിയാണ് കോണ്ടിനെൻ്റൽ എന്നുള്ള GT എന്ന് പറഞ്ഞ സാധനം. കഫേ റേസർ സെഗ്മെൻറ്റ് വരുന്ന വണ്ടിയാണ്. അപ്പോൾ ആ ഒരു വണ്ടി എടുക്കുന്ന ആളുകൾ, നിങ്ങൾ 650 cc വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്നത്, അതായത് മാക്സിമം ഒഴിവാക്കേണ്ട ഒരു വണ്ടി എന്ന് പറയും എനിക്ക്. അതായത് കോണ്ടിനെൻ്റൽ GT എന്ന് പറഞ്ഞു, ഞങ്ങൾക്ക് എൻ്റെ എക്സ്പീരിയൻസ് പറയണമെങ്കിൽ എന്തോ ആവാട്ടോ, എൻ്റെ എക്സ്പീരിയൻസ് മാക്സിമം ഒഴിവാക്കേണ്ട ഒരു വണ്ടി എന്ന് പറയാം. കാരണം ഒരിക്കലും ആ ഒരു വണ്ടി ഒരു 50 കിലോമീറ്റർ 40 കിലോമീറ്റർ ഓടിക്കഴിഞ്ഞാൽ നമ്മളെ പുറം വേദന എടുക്കും, അല്ലെങ്കിൽ ഷോൾഡർ വേദന എടുക്കും. നമുക്ക് ആ ഒരു വണ്ടി ഒരു ഭാരമായി തോന്നും. വണ്ടി പെർഫോമൻസ് ഒക്കെ സെയിം ആണ്, ഒക്കെ ഓക്കെയാണ്. പക്ഷെ അതുകൊണ്ട് കാര്യമില്ല. നമുക്ക് റിലാക്സ് റൈഡിങ് പൊസിഷൻ അല്ല കോണ്ടിനെൻ്റൽ GT എന്ന് പറഞ്ഞ വണ്ടി നമുക്ക് തരുന്നത്. അത് ആ വണ്ടി എടുക്കുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ നിർബന്ധമാണ്. അപ്പോൾ ബാക്കിയുള്ള വണ്ടികൾ, വേറെ വണ്ടികൾ, ക്രൂസർ വണ്ടി വേറെയാണ്, ഒരു GT വണ്ടി നമുക്ക് ഉപയോഗിക്കണം എന്നുള്ളവർക്ക് ഉപയോഗിക്കാം, കുഴപ്പമില്ല. അതായത് സിംഗിൾ വണ്ടിയാണ് നിങ്ങൾ കൈ എടുക്കുക. ആകെ എങ്ങനെയൊക്കെ പൈസ ഉണ്ടാക്കിയിട്ട് ഒരു 650 cc വണ്ടി എടുക്കുന്ന ആളുകൾക്ക് ഒരിക്കലും മാച്ചായ വണ്ടിയല്ല കോണ്ടിനെൻ്റൽ GT കേട്ടോ. അപ്പോൾ ആ GT നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കുക. ഞാൻ പറഞ്ഞു ഏത് വണ്ടി ഓടിച്ച് നോക്കണം. നിങ്ങൾ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ആരെങ്കിലും GT ഉണ്ടെങ്കിൽ, അല്ല അറിയുന്നിടത്ത് ആരെയും GT ഉണ്ടെങ്കിൽ ഒരു 10 കിലോമീറ്റർ റൈഡ് ചെയ്ത് നോക്കുക. ആ പില്ലർ റൈഡ് ചെയ്ത് നോക്കുക. എന്നിട്ട് കംഫർട്ടാണെങ്കിൽ മാത്രം എടുക്കുക. അപ്പോൾ ചില ആൾക്ക് ബോഡി ലാംഗ്വേജായിട്ട് ബന്ധപ്പെട്ട ആൾ, ഹൈറ്റ് കുറഞ്ഞ ആളുകൾക്ക് വലിയ വിഷയമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതായത് അങ്ങനത്തെ റൈഡിങ് പൊസിഷനാണ് കോണ്ടിനെൻ്റൽ GT കഫേ റേസർ വണ്ടിയിൽ വരുന്നതാണ്. അപ്പോൾ 4,60,154 അതിൻ്റെ പ്രൈസ് വരുന്നത് കേട്ടോ. പിന്നെ കോണ്ടിനെൻ്റൽ GT തന്നെ പിന്നെ അലോയ് വരുന്നുണ്ട്. അതേപോലെ 4,52,639 വരുന്നത്. അപ്പോൾ GT സെഗ്മെൻറ്റിൽ വണ്ടിയെക്കുറിച്ച് ഞാൻ പറഞ്ഞു. പിന്നെ കോണ്ടിനെൻ്റൽ GT കറണ്ട് ബേസ് മോഡൽ വരുന്നുണ്ട്. അത് 4,27 വരുന്നത് കേട്ടോ. 4,27,000 രൂപയാണ് വരുന്നത് അതിൻ്റെ ബേസ് മോഡലിന്. പിന്നെ നമ്മൾ 650 cc വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഏറ്റവും മാച്ചായിട്ടുള്ള വണ്ടി ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഞാനൊരു ക്രൂസർ വണ്ടി ലവറാണ്. അതുകൊണ്ടാണ് ഞാൻ എന്നെക്കുറിച്ച് പറയുന്നത്. ക്രൂസർ വണ്ടി മാത്രം, റിലാക്സ് റൈഡിങ് ഏതാണോ ആ വണ്ടി മാത്രം സെലക്ട് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് അതുകൊണ്ട് താല്പര്യമുള്ളൂ.
അപ്പോൾ പെർഫോമൻസ് എന്നുള്ള പിന്നെ ഉപരിയായിട്ട് നമ്മളൊരു കംഫർട്ടും കൂടെയാണല്ലോ ഏറ്റവും പ്രധാനം. അപ്പോൾ വണ്ടി കംഫർട്ടാണ്, മറ്റ് പെർഫോമൻസ് കുറഞ്ഞാലും കുഴപ്പമില്ല എൻ്റെ ഒരു അഭിപ്രായം. ഇപ്പോൾ 4,98,896 സൂപ്പർ മെറ്റിയോർ ഇൻഡസ്റ്റെല്ലർ എന്ന് പറഞ്ഞ സീരീസിന് വരുന്ന വണ്ടിയിട്ട് 4,98,000 രൂപ. 4,99 വരില്ല, 5 ലക്ഷം തന്നെ വിചാരിച്ചോളൂ അതിന് വരുന്നത്. ആക്സൽ സീരീസിൽ വരുന്നത് 4,79 4,79,825 വരുന്നത് ആക്സൽ സീരീസിൽ വരുന്ന വണ്ടി. സെലസ്റ്റ് സീരീസിൽ വരുന്ന 5,17, അതായത് മെറ്റിയോറിൽ ഏറ്റവും വരുന്ന പിന്നെ ഹൈ എൻഡ് മോഡലാണ് സെലസ്റ്റ് സീരീസ് എന്ന് പറഞ്ഞ്. അത് നമുക്ക് വരുന്ന 5,17,960, 5,20 അത് റൗണ്ടാക്കി പിടിച്ചോളൂ. 5,20,000 രൂപയാണ് ആ ഒരു വണ്ടിക്ക് വരുന്നത്. അതായത് സൂപ്പർ മെറ്റിയോറിൽ റോയൽ എൻഫീൽഡിൽ ഏറ്റവും ഇപ്പം നിലവിലുള്ള വണ്ടിയിൽ ഏറ്റവും വില കൂടിയ ആ സെഗ്മെൻറ്റാണ് വരുന്നത് സൂപ്പർ മെറ്റിയോർ. അപ്പോൾ സൂപ്പർ മെറ്റിയോറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് പറയാനുള്ളത് ഒരു പക്കാ ക്രൂസർ വണ്ടി എന്ന് ഞാൻ പറയില്ല. പക്കാ ക്രൂസർ വണ്ടി വേറെ വണ്ടികൾ കമ്പയർ ചെയ്യുമ്പോൾ പക്ക എന്ന് ഞാൻ പറയില്ല. എന്നാലും ചെറിയൊരു പോരായ്മ അതിനുണ്ടെങ്കിലും കൂടെ പിന്നെ ഇപ്പോഴുള്ള സെഗ്മെൻറ്റിൽ ആ ഒരു കാറ്റഗറിയിൽ വരുന്ന റോയൽ എൻഫീൽഡ് സെഗ്മെൻറ്റിൽ ഇപ്പോൾ ബാക്കിയുള്ള അതർവൈസ് ഞാൻ വിദേശ വണ്ടികളെ കുറിച്ച് പറയുന്നില്ല, ഇന്ത്യൻ ബേസിൽ വരുന്ന ക്രൂസർ വണ്ടി നമ്പർ 1 വണ്ടി എന്ന് പറയുന്നത് സൂപ്പർ മെറ്റിയോർ. അപ്പോൾ അതിന് കുറച്ച് ഗ്രൗണ്ട് ക്ലിയറൻസ് ഒക്കെ ആയിട്ട് കുറവായിട്ട് ആളുകൾ പറയുന്നു. ഗ്രൗണ്ട് ക്ലിയറൻസിൻ്റെ വണ്ടിക്ക് റോഡിൽ സ്റ്റെബിലിറ്റി ഉണ്ടാവുള്ളൂ കേട്ടോ. അത് ആദ്യം മനസ്സിലാവും. നമുക്ക് ഏതൊരു സംഗതി വണ്ടി അത് കമ്പനി ടെസ്റ്റ് ഡ്രൈവ് നടത്തിയിട്ട് അത് റോഡിൽ സ്റ്റേബിളായിട്ട് ഏത് ഹൈ സ്പീഡിൽ ബ്രേക്ക് ചെയ്യാൻ തെന്നി പോകാത്ത രീതിയിൽ നമ്മൾ സ്റ്റെബിലിറ്റി നഷ്ടപ്പെടാത്ത രീതിയിൽ അതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് ഡിസൈൻ ചെയ്യുന്നത്. ഗ്രൗണ്ട് ക്ലിയറൻസ് എത്രത്തോളം കൂടുന്നതനുസരിച്ച് വണ്ടിക്ക് സ്റ്റെബിലിറ്റി നഷ്ടപ്പെടും ഹൈ സ്പീഡിൽ പെട്ടെന്ന് ബ്രേക്കിൻ്റെ സമയത്തൊക്കെ. അപ്പോൾ അതിൻ്റെ സ്റ്റെബിലിറ്റിക്ക് വേണ്ടി ഡിസൈൻ ചെയ്താണ് സസ്പെൻഷനും അതിൻ്റെ ഹൈറ്റും ഗ്രൗണ്ട് ക്ലിയറൻസും ഒക്കെ. അപ്പോൾ ആ ഒരു രീതിയിലുള്ള വണ്ടിയാണ്. അത് നമ്മൾ എടുത്തിട്ട് മൈനസ് പറയരുത്. അത് ആദ്യം മനസ്സിലാക്കിയിട്ട് വണ്ടി എടുക്കുക. പിന്നെ സൂപ്പർ മെറ്റിയോർ എന്ന വണ്ടി നിങ്ങൾക്ക് ഹൈവേ റൈഡിങ്ങിന് ലോങ് റൈഡിങ്ങിന് സൂപ്പർ വണ്ടിയാണ് അത്. അപ്പോൾ 650 cc കാറ്റഗറിയിൽ വരുന്ന സമയത്ത് അത് നല്ലോണം എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സെലക്ട് ചെയ്യാൻ പറ്റിയൊരു വണ്ടി 650 cc പോകുന്ന സമയത്ത് സൂപ്പർ മെറ്റിയോർ തന്നെ ആയിരിക്കും, യാതൊരു സംശയവുമില്ല. പിന്നെ അതേമാതിരി പുതിയതായിട്ട് വന്നിട്ടുള്ളതാണ് ഷോർട്ട് ഗൺ എന്ന് പറഞ്ഞ മോഡൽ. 650 ടോപ്പിൽ വരുന്നത് 4,91,225 ഷോർട്ട് ഗണ്ണും എനിക്ക് പറയാനുള്ളത് ഒരു എന്താ പറയുക, ഒരു ഇൻ്റർസെപ്റ്ററിൻ്റെ ഒരു കാറ്റഗറിയിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയൊരു വണ്ടിയാണ്. ഡിസൈൻ വൈസ് അതായത് ബോഡി വൈസും ഒന്ന് മാറ്റം വരുത്തിയിട്ട് ഒരു പേര് മാറ്റിയെന്ന് മാത്രമേ എനിക്ക് അതിനെക്കുറിച്ച് തോന്നിയിട്ടുള്ളൂ. പിന്നെ ഷോർട്ട് ഗണ്ണിന് മിഡ് റേഞ്ച് വരുന്നത് 4,87,639. പിന്നെ വരുന്നത് പറഞ്ഞാൽ ക്ലാസിക്കിൽ വരുന്ന 650 cc വന്നിട്ട് ക്ലാസിക് 650 cc. അപ്പോൾ ഞാൻ 4,40 വില വരും. 4,40,724 ക്ലാസിക് 650 വരുന്നത് 12 കളറിന് വരുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ഒരു അഭിപ്രായത്തിൽ കഴിയുന്ന 650 cc എടുക്കുമ്പം ക്രോം ബ്ലാക്കിന് വരുന്നത് 4,57. പിന്നെ അതേമാതിരി ക്ലാസിക് 650ക്ക് വരുന്ന നമ്മൾ പഴയ ഒരു കളർ വേസിൽ 500 വന്നൊരു കളർ ഉണ്ടായിരുന്നു പിന്നെ ക്ലാസിക്കിന് പഴയ മോഡൽ 500 cc ആ ഒരു കളറിൽ വന്നിട്ടുണ്ട്. അതിന് 4,46,152 ആണ് വരുന്നത്. അപ്പോൾ ഞാൻ ഒരു 650 cc എന്ന് പറഞ്ഞാൽ പാഞ്ഞ് പോയി വണ്ടി എടുക്കരുത്. നിങ്ങൾ ആ വണ്ടി ഒന്ന് പോയി ഓടിച്ചോ, എല്ലാം സെയിം പെർഫോമൻസ് ആണ് തരിക നിങ്ങൾക്ക് ഏതാണോ. അപ്പോൾ ചെറിയ 4 ലക്ഷം ഒക്കെ മുടക്കാൻ തയ്യാറുള്ള ആളുകൾക്ക് 30-40 ഒന്നും ആ ഒരു വലിയ ഡിഫറൻ്റ് ആയിട്ട് തോന്നില്ല. സാധാരണ വണ്ടീൻ്റെ മാതിരി അല്ലല്ലോ. അപ്പോൾ ആ ഒരു ഡിഫറൻറ്റ് നിങ്ങൾക്ക് അത് നോക്കാതെ 10-20-30 ലാഭത്തിന് വേണ്ടിയിട്ടൊന്നും വണ്ടീൻ്റെ ആ ഒരു മൊത്തത്തിലുള്ള ആ ഒരു ഇതുണ്ടല്ലോ, ആ ഒരു പെർഫോമൻസ് മാത്രമല്ല നമ്മളെ ബോഡി ലാംഗ്വേജ് പിന്നെ റിലാക്സ് റൈഡിങ് എന്നുള്ള ആ ഒരു പൊസിഷനിലുള്ള വണ്ടി സെലക്ട് ചെയ്യുക. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ആ കാറ്റഗറിയിൽ ഏറ്റവും നല്ല വണ്ടി ഹൈവേ ക്രൂസിങ്ങിനും ലോങ് റൈഡിങ്ങിനും അത്യാവശ്യം സിറ്റി റൈഡിങ്ങിന് പറ്റിയൊരു വണ്ടി സൂപ്പർ മെറ്റിയോർ തന്നെയാണ് കേട്ടോ. അത് ഉപയോഗിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് കൊണ്ട് തന്നെയാണ് പറയുന്നത്. അപ്പം അടുത്തൊരു വീഡിയോയിലും 350 സെഗ്മെൻറ്റിനെ കുറിച്ച് പറയാം. അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.